ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിഷിങ്ങും കുക്കിങ്ങുമാണ്. ഫിഷിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് കാണാത്തവർ കാണാൻ മറക്കരുതേ. നമ്മൾ പിടിച്ച ഈ മീനെ കുക്ക് ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് വരാം. മീനെല്ലാം വെട്ടി കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പൊള്ളിക്കാനും ഒന്ന് നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വരയണം. വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഇതിലോട്ട് തന്നെ ഒന്ന് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നോർമൽ മുളക് പൊടിയും കൂടെ, നമ്മളെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റാണിത്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടെ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകണം ഇതിൻ്റെ അകത്തോട്ട്. ഇനി നമുക്ക് ഉപ്പ്, നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് വേറൊരു കാര്യവും കൂടെ ചേർക്കണം, ഓയിൽ. അപ്പോൾ ഓയിലും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓരോ മീനിൻ്റെ അകത്തോട്ട്, ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ളത് 8 മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടിനും കൂടി 4 മീനാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ 4 മീൻ നമ്മൾ ഈ മസാല പുരട്ടാൻ പോവാം. നമ്മളിവിടെ മിക്കവാറും ഇത് ചിക്കൻ ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. ഫിഷ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ബാർബിക്യൂവിന് വേണ്ടിയുള്ള അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, കല്ലൊക്കെ എടുത്ത് വെച്ച് അത്. അപ്പോൾ ഇത് സെറ്റാവുന്ന സമയത്ത് നമുക്കത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് പൊള്ളിക്കണം. പൊള്ളിക്കുന്നതിൻ്റെ മസാല ഒന്ന് സെറ്റ് ചെയ്യണം, അതിൻ്റെ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഇനി അടുത്ത നമുക്ക് പൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള മസാല പുരട്ടാം. അതിന് മഞ്ഞൾപ്പൊടി ശകലം എടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് ഇതിന് മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കണം. പിന്നെ നമുക്ക് നാരങ്ങാനീര്, കുരുമുളക് പൊടി പേരിന് ശാല വിടുവാണേ. ഓക്കെ, കാരണം പൊള്ളിക്കുന്നതിൽ നിന്ന് പിള്ളേർക്കൂടെ കൊടുക്കേണ്ടതാണ്. ശകലം ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് പൊള്ളിക്കുന്നതിനുള്ള മസാല നമ്മൾ പുരട്ടി എല്ലാം റെഡി. ഇത്ര കണ്ടോ, കുറച്ച് മൈൽഡായിട്ട് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമ്മൾ എടുത്തേക്കുവാണ്. അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് പൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്യാസ് അടുപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ഇഷ്ടിക കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഴുകി വെച്ച ഗ്രില്ലൊക്കെ ആയിട്ട് നമുക്ക് വന്നേക്കുവാണ്. ഇതെന്തിനാണെന്നറിയാം, നമുക്ക് ഈ അളവ് നോക്കണം. ഇത് കറക്റ്റായിട്ട് ഇല്ല, കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് മാറ്റണം. കറക്റ്റാണ്. ഇനി നമ്മളിവിടെ കരി ഇടാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് തീ പിടിപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് കർപ്പൂരം വെച്ച് തീ പിടിപ്പിക്കുവാണ്. ഇവിടെ 1-2 ഇടത്തായിട്ട് ഇങ്ങനെ വയ്ക്കും. നല്ല അടിപൊളിയായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലെല്ലാം നമുക്കൊന്ന് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഹസ്ബൻഡിന് ഒരെണ്ണം വറുത്തും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ വറക്കാനായിട്ട് മാറ്റുവാണ്. 3 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തിരിച്ചിടാറായി. നമുക്ക് പയ്യെ ഇതിനെ ഒന്ന് മറിച്ച് വയ്ക്കാം. കണ്ടോ, നോക്കിയേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശകലം ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേച്ച് കൊടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്.
നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഓയിലാണ്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇത് അങ്ങോട്ടിടാം. ഓസനായിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റെഡി ആവുന്ന സമയത്ത് അതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫിഷിനെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കോരിയെടുക്കാം. എല്ലാവർക്കും പല പല കാര്യങ്ങളാണ് ഇഷ്ടം. ചിലവർക്ക് ബാർബിക്യൂ, ചിലവർക്ക് പൊള്ളിക്കുന്നത്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേർക്ക്. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെറൈറ്റി ആയിട്ട് എല്ലാം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഹാപ്പി ആവട്ടെ. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ പപ്പായ്ക്ക് കൊടുത്ത് ചോദിക്കാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ടെന്ന് അറിയണേ, കഴിച്ചു നോക്കണം. ഓക്കെ, എവിടെയാണോ? ഞാനും ഒന്ന് നോക്കട്ടെ. പനിക്കുട്ടിന് വേണോടാ ഫിഷ്? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടാടാ? അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാലയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിനി മീൻ പൊള്ളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഇലയൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഫിഷ് പൊള്ളിക്കുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം. ഭയങ്കരമായിട്ട് മുപ്പിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പില ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതങ്ങ് ചുരുങ്ങിപ്പോവും. ഇപ്പം നല്ലതായിട്ടങ്ങ് ഇരിപ്പുണ്ട്. എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മീനിടാം. അങ്ങനെ ഇത് നമുക്ക് അധികം ഭയങ്കരമായിട്ട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. കറക്റ്റ് ഇത്രയായാൽ മതി. അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് നമുക്ക് പൊള്ളിക്കാനുള്ളതിൻ്റെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ചട്ടിക്കകത്താണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് പുരട്ടിയെടുക്കണം. നമ്മൾ കുറച്ച് നേരം ഇതിനകത്ത് വരേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, ഉള്ളി, സവോള. നമ്മൾ സവോള ഒരു മീഡിയം സൈസ് സവോളയാണിത്. ഉള്ളി നമ്മൾ ഒരു പിടി ശകലവും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഉള്ളി ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ 2 മീനെ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി ആഡ് ചെയ്യാം, ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാർബിക്യൂ ആണോ, പൊള്ളിച്ച് കഴിക്കുന്നതാണോ, അത് ഫ്രൈ ചെയ്യുന്നതാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫിഷ് എങ്ങനെ വെച്ചാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുള്ളതിൻ്റെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ്. ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുവാണ്. സിമ്മിലിട്ടിട്ട് ഞാൻ അടച്ചു വയ്ക്കുവാണേ. ഇത് നോക്കാം. ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ശകലം പുളിവെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന് പുളിയൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ശകലം പുളിവെള്ളവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശകലം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം. മസാല നല്ല അടിപൊളിയായിട്ട് വഴണ്ടി കഴിയുമ്പോൾ ഇതുപോലെ കണ്ടോ എണ്ണ ഇങ്ങനെ കുറച്ച് ഇറങ്ങി കിടക്കും. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ നമ്മുടെ പൊള്ളിക്കുന്നതിന് പാകമായ മസാല
കൂട്ടെന്ന് പറയുന്നത്. പൊതിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് വാഴനാര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വയ്ക്കുന്നു. നമ്മൾ ആദ്യമേ പാട്ടിയെടുത്ത വാഴയില. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആദ്യമേ ഈ മസാല കുറച്ച് വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ദേ നമ്മുടെ ഫിഷിനെ അങ്ങോട്ട് വെക്കുകയാണ്. ഇത് ഈ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ആ മസാല തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുന്നു. നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിന് മുമ്പായിട്ട് ഞാൻ ദേ ഒരു കറിവേപ്പിലയും കൂടെ 1-2 തക്കാളി ഒക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് കാഷ്നട്ട്സ് കൂടെ ഇടുവാണ്. നമുക്കിതിനെ പൊതിഞ്ഞെടുക്കാം. പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫിഷും കൂടെ നമുക്ക് അതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കാനുണ്ട്. പൊള്ളിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ശക്കലം നമ്മളിതിൻ്റെ അകത്ത് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ചെയ്തെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. ബാർബിക്യൂ ഒക്കെ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊളിച്ച് കാണിക്കാം. നല്ല മണമൊക്കെ അടിച്ചു വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പോയി ഒരു ഫോർക്ക് എടുത്തുകൊണ്ട് വന്നത്. ഭയങ്കര ചൂടാണ്. നമ്മളിപ്പം എടുത്ത പാടയല്ലേ. അപ്പം നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. അടിപൊളിയോ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നീ ഇങ്ങനെയൊക്കെ ചെയ്യാറിയോ? അടിപൊളി, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ പൊള്ളിക്കുന്നത് ആദ്യമായിട്ടാണ്. ബാർബിക്യൂ ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പൊള്ളിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം നമ്മളുണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് മറ്റുള്ളവർ കഴിച്ചിട്ട് ആസ്വദിക്കുന്നത് കാണുമ്പം നമ്മുടെ മനസ്സ് നിറയാന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലാണ്. ശരിക്കും ഞാനിതൊക്കെ ഒന്ന് പോയി കഴിക്കട്ടെ കേട്ടോ. എനിക്ക് നാവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് വേഗം പോയി കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞങ്ങളിത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.